വെടിക്കെട്ടുപുര സ്ഫോടനം, ഇടുക്കിയിൽ അമ്മയെയും സഹോദരനെയും കൊന്ന സംഭവം, കടലിൽ ചാടി സഹോദരിമാരുടെ ആത്മഹത്യ, സഹോദരിയുടെ അസ്ഥികൂടവുമായുള്ള വയോധികന്റെ പദയാത്ര എന്നിവയൊക്കെ അടുത്ത നാളിൽ വല്ലാതെ അസ്വസ്ഥത ഉണർത്തിയ വാർത്തകളായിരുന്നു. പക്ഷേ അതിനിടയിൽ ചില വാർത്തകൾ പകർന്ന കുളിരും രോമാഞ്ചവും സന്തോഷവും ആശ്വാസവും അപാരമായിരുന്നു. ഒന്ന്, ഹർത്താൽ ദിവസം തിരുവല്ലയിൽ ക്യാൻസർ രോഗിയെ വഴിയിൽ തടഞ്ഞ CSDS നേതാവ് അജിമോൻ ചാലക്കാരിയെ അറസ്റ്റ് ചെയ്ത് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. 2, ഹർത്താൽ ദിനത്തിൽ സമരക്കാർക്കൊപ്പം കൂടാൻ സ്കൂട്ടറിൽ പോയവനെ സമരം ചെയ്യണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ നടന്നു പോയാൽ മതിയടൂ എന്ന് പറഞ്ഞ് ഒറ്റയ്ക്ക് തടഞ്ഞ ചെറുപ്പക്കാരൻ. തിരുവല്ലയിൽ ഭിന്നശേഷിക്കാരനെ തടഞ്ഞു നിർത്തി മുഖത്തടിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത 40 പേർക്കെതിരെ കോടതി കേസെടുത്തു. ക്യാൻസർ രോഗിയെയും ഒപ്പം വന്ന ഭാര്യയെയും തടഞ്ഞു നിർത്തി അജിമോൻ എന്ന മഹാസമര നേതാവ് പറഞ്ഞ വാക്കുകൾ ചരിത്രത്തിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച എന്താണ് അങ്ങനെയാണ്? രോഗത്തിന് എങ്ങനെയുണ്ടോ? അങ്ങനെ പറ്റുകാലത്ത് പുള്ളിക്ക് അങ്ങനെ വരാനായിട്ട് മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് കഴിക്കാനുണ്ടോ? അറിയാമോ? നിങ്ങൾ ഒരു ജീവന് വേണ്ടി ഒരു ജീവൻ ബലിയാണ് കേട്ടോ. നിങ്ങൾ എന്ത് കാണിക്കണ? ഞാൻ ക്യാൻസർ പേഷ്യന്റ് രോഗത്തിന്റെ മുമ്പിൽ ഇങ്ങനെ പറയരുത്. ഒരു രോഗിയോട് അങ്ങനെ പറയരുത് ഞാൻ ക്യാൻസർ പേഷ്യന്റാ. 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച ഹർത്താലാണ്. ജനങ്ങൾ സഹകരിച്ചാൽ മതിയോ? രോഗം വന്നത് ചോദിക്കണോ? പൊളിക്കണമെന്നാണ് നിനക്ക് നിർബന്ധം. അല്ല എന്ത് ഞാൻ വരില്ല. ഞങ്ങൾ ജീവിക്കട്ടെ. വിടില്ല വിടില്ല വിടില്ല. നിങ്ങൾ ഇത്ര തർക്കിച്ചോണ്ട് വിടില്ല. 10 ദിവസം മുമ്പ് ഡിക്ലെയർ ചെയ്തതാണ് ഹർത്താൽ. ഇന്നാണോ നിങ്ങൾക്ക് ആശുപത്രി പോകാൻ തോന്നിയത്? ഇന്നലെ പോയി അഡ്മിറ്റ് ആകാൻ മേലായിരുന്നോ? ഇത്രയ്ക്കും ഹൃദയശൂന്യനും വിഡ്ഢിയുമായ ഒരുത്തനെ നേതാവ് എന്ന് വിളിക്കുന്നത് ആ വാക്കിനെ അപമാനിക്കലാണ്. നേതാവിന്റെ വിവരം ഇതാണെങ്കിൽ അണികളുടെ കാര്യം പറയേണ്ടതില്ല. സങ്കല്പങ്ങൾക്കപ്പുറമാണ്. സമരം ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമില്ലേ? നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കണമെന്നൊക്കെ സമരക്കാർ യാത്രക്കാരോടും പോലീസുകാരോടും തട്ടിക്കയറുന്നതും കണ്ടു. ഒരു പോലീസുകാരനോട് അജിമോൻ അടിച്ച ഡയലോഗും ശ്രദ്ധേയമാണ്. സംവരണത്തിൽ കൂടെ വന്ന പോലീസ് സംവരണമായിട്ട് നിന്നാ മതി. മനസ്സിലായോ? ആ ചോദ്യത്തിലൂടെ അയാൾ ആ പോലീസുകാരനെ മാത്രമല്ല ആ സമൂഹത്തെ തന്നെ ആക്ഷേപിക്കുകയാണ്. സംവരണത്തിലൂടെ ജോലിയിൽ കയറിയെങ്കിൽ എന്ത്? പോലീസുകാരന് ഡ്യൂട്ടിയിൽ സംവരണമുണ്ടോ? എടോ മനുഷ്യത്വമോ സാമാന്യ വിവരമോ ഇല്ലാത്ത ഹർത്താൽ സമരക്കാരെ സമരം ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്, സമ്മതിച്ചു. സമരം ചെയ്യാതിരിക്കാനും വഴി നടക്കാനും വണ്ടി ഓടിക്കാനും സാധാരണ ജനങ്ങൾക്കും അവകാശവും സ്വാതന്ത്ര്യവുമുണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റാരുടെയും സ്വാതന്ത്ര്യത്തിന് തടയിട്ടും മെക്കിട്ടുകയറിയുമല്ല നിങ്ങൾ സമരം ചെയ്യേണ്ടത്. വയനാട്ടിലുള്ള കോളേജിലെ ഒരു വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തതിന്റെ കാരണക്കാർ ആ കോളേജിന്റെ മേലധികാരികളാണെങ്കിൽ നിങ്ങൾ അവിടെ പോയി അവരോടാണ് സമരം ചെയ്യേണ്ടത്, നാട്ടുകാരോടല്ല. ആശുപത്രിയിലേക്ക് പോകുന്ന ക്യാൻസർ രോഗിയെയും വിദേശ യാത്രയ്ക്ക് പോകുന്നവരെയും പാവപ്പെട്ട പെട്ടിക്കടക്കാരെയും തടയുന്നത് ഏത് അവകാശം വെച്ചാണ്? ചെക്കിനാണ് കേടെങ്കിൽ കൊക്കിനല്ല മരുന്ന് കൊടുക്കേണ്ടത്. എങ്ങാണ്ടൊരു ചെക്കൻ വേണ്ടാധീനം ചെയ്തതിന് ഞങ്ങളുടെ മേൽ കുതിര കയറണ്ട എന്ന് പോലും ജനത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന വിധത്തിൽ നിങ്ങൾ ജനങ്ങളെ വെറുപ്പിക്കരുതായിരുന്നു. എടോ അജിമോനെ, ഹർത്താൽ ദിവസം തന്റെ ഭാര്യയ്ക്കോ അമ്മയ്ക്കോ മക്കൾക്കോ ഒരു അപകടം പറ്റിയാൽ, കടുത്ത അസുഖം വന്നാൽ, കയ്യോ കാലോ ഒടിഞ്ഞാൽ ഹർത്താൽ ഡിക്ലെയർ ചെയ്തത് അറിയാൻ മേലായിരുന്നോ? ഇന്നലെ പോകാൻ മേലായിരുന്നോ? ഇന്നലെ കൈ ഒടിയാൻ മേലായിരുന്നോ? ഹർത്താൽ കഴിഞ്ഞിട്ട് ഇനി ആശുപത്രിയിൽ പോയാൽ മതി എന്നൊക്കെ താൻ അവരോട് ചോദിക്കുമോ? ഇനി എന്റെ ഒരു ഹർത്താൽ അനുഭവം കൂടി പങ്കുവെക്കണ്ടേ? പൂരണിക്കാരനായ ഞാൻ 16 കിലോമീറ്റർ അകലെ കാഞ്ഞിരപ്പള്ളിക്കടുത്തുള്ള ആനക്കല്ലിൽ താമസിക്കുന്ന കാലത്താണ് അതിരാവിലെ കിട്ടിയ ഒരു ഫോൺ സന്ദേശം എന്നെ അല്പം അസ്വസ്ഥനാക്കി. പപ്പായ്ക്ക് പെട്ടെന്ന് അസുഖം, രാത്രിയിൽ തന്നെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണ്. പാലാ മരിയൻ സെന്ററിൽ. കണ്ടീഷൻ അല്പം മോശമാണ്, ഉടൻ വരണം. ഞാൻ ആശങ്കയിലായി. എങ്ങനെ പോകും? അഖിലേന്ത്യാ ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എങ്ങനെ പോകാതിരിക്കും? പപ്പ ആശുപത്രിയിൽ അവശ നിലയിൽ. എന്തു വന്നാലും ശരി, പോവുക തന്നെ, വരുന്നിടത്ത് കാണാം. ഞാൻ സ്കൂട്ടറുമായി ഇറങ്ങി. എവിടെയെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തിരിച്ചു പോന്നേക്കണം കേട്ടോ, വഴക്കിടാൻ നിൽക്കണ്ട. ലാലി അല്പം പേടിയോടെ ഗൗരവത്തിൽ മുന്നറിയിപ്പ് തന്നു. ഞാനത് വരവ് വെച്ചു. കാഞ്ഞിരപ്പള്ളി പാല 26 കിലോമീറ്റർ ഓടണം. എങ്ങോട്ടാടോ യാത്ര? ബന്ധല്ലേ ഇന്ന്? വഴിക്ക് ആദ്യം കണ്ട ഒരു സ്നേഹിതൻ ചോദിച്ചു. പപ്പ ആശുപത്രിയില്ല,
പോകാതെ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, സൂക്ഷിക്കണം കേട്ടോ. അയാളും കരുതലോടെ പറഞ്ഞു. ഞാൻ അല്പം ആത്മവിശ്വാസം സംഭരിച്ച് മുന്നോട്ട് പോവുകയാണ്. അതാ വഴിയിലൊരു മതിൽ. ഇന്നലെ വരെ ഇവിടെ ഇങ്ങനെ ഒരു മതിൽ ഇല്ലായിരുന്നല്ലോ. ആരാണ് ഇത്ര പെട്ടെന്ന് ഈ രാത്രിയിൽ ഒരു മതിൽ പണിതത്? മതിലിനടുത്ത് കുറെ കാവൽക്കാരുണ്ട്. അതിൽ ചിലർ പരിചയക്കാരാണ്. അതിന്റെ ശില്പികളാണ് അവർ. അവരെ നോക്കാതെ മതിലിന്റെ ഒരറ്റത്തുള്ള വിടവിലൂടെ ഞാൻ സ്കൂട്ടർ അപ്പുറത്ത് കടത്തി രക്ഷപ്പെട്ടു. 2 കിലോമീറ്റർ അപ്പുറത്ത് അതാ മറ്റൊരു മരമതിൽ. ലോറിയിൽ കയറ്റി കൊണ്ടുപോകാനായി ആനയെ കൊണ്ട് വലിപ്പിച്ച് വഴിയരികിൽ ഇട്ടിരിക്കുന്ന കൂറ്റൻ ആഞ്ഞിലിത്തടികൾ വഴിക്ക് കുറുകെ കിടക്കുകയാണ്. എന്നാലും ഒരു സ്കൂട്ടറിന് കടന്നു പോകാൻ മാത്രം അല്പം വിടവുണ്ട്. ഞാൻ അവിടവും കടന്നു. ഇങ്ങനെ എല്ലായിടത്തും കടന്നു കിട്ടുമോ? ഏതായാലും പിന്നെയും ഓടിച്ചു. പലയിടത്തും കന്മതിലുകൾ, തടിമതിലുകൾ, മനുഷ്യമതിലുകൾ, കോൺക്രീറ്റ് പോസ്റ്റുകൾ. ഇതൊക്കെ ഒരുവിധം അഭ്യാസങ്ങളിലൂടെയും കുറച്ച് വാചകമടിയിലൂടെയും മറികടന്നു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ പൈകയിലെത്തി. 13 കിലോമീറ്റർ പിന്നിട്ടിരിക്കുന്നു. പകുതി ദൂരം. ഇനിയും അത്ര ദൂരം ഓടിക്കണം. കുമ്പാനിയിലെത്തിയപ്പോൾ വഴിക്ക് കുറുകയിട്ട 4-5 കോൺക്രീറ്റ് പോസ്റ്റുകൾക്ക് മുകളിൽ ഇരിക്കുന്ന കുറെ ചെറുപ്പക്കാരെയാണ് എനിക്ക് കാണേണ്ടി വന്നത്. എടാ വീര, എങ്ങോട്ടാ വെച്ച് പിടിക്കുന്നേ? വന്ന വഴിയെ റിവേഴ്സ് അടിച്ചു. നേതാവിന്റെ കൽപ്പനയാണ്. മോനെ, പപ്പ ആശുപത്രിയില്ല, അല്പം സീരിയസാ. ഈ പോസ്റ്റ് ഇച്ചിരി മാറ്റിത്തരാമോ? ഒന്ന് കടത്തി വിടണം. ഒന്ന് പോടാ ഊളെ, ഒരുത്തം പറഞ്ഞു. എന്നിട്ട് അവൻ കൂട്ടുകാരോടായി പറഞ്ഞു, കേട്ടോ, ഇന്നിതിലെ വന്നവരൊക്കെ മെഡിക്കൽ കോളേജിൽ പോവുക. അല്ലടാ, അവൻ പരിഹസിച്ച് അട്ടഹസിച്ചു. സ്നേഹിത, പപ്പായെ കാണാൻ പോവുകയാണ്, നിങ്ങൾ സഹായിക്കണം. ഞാൻ കെഞ്ചി. സ്കൂട്ടർ ഇവിടെ വെച്ചിട്ട് നീ വേണേ നടന്നു പോടാ. അയ്യോ, സ്കൂട്ടറിനോട് എന്തിനാ ഈ വാശി? വേല ഇറക്കണ്ട എന്നൊരുത്തൻ പറഞ്ഞെങ്കിലും വിട്ടേരടാ, അവന്റെ തന്ത കാഞ്ഞു പോയാൽ നമുക്ക് പ്രാക്ക് കിട്ടുമെന്ന് ഒരുത്തൻ കനിഞ്ഞു. നീ അങ്ങനെ ചുമ്മാ പോകാൻ വരട്ടെ, മാറ്റുന്ന പോസ്റ്റ് അവിടെ തന്നെ തിരിച്ചു വെച്ചിട്ട് പോകണം. വേറൊരുത്തന്റെ കൽപ്പനയാണ്. ആരെയും എടാ പോടാ വാടാ നീ മാ പൂക്ക എന്നൊക്കെ വിളിക്കാനും കൂടിയുള്ളതാണോ ബന്ധു ദിവസം എന്ന് ഞാൻ ആലോചിച്ചു. 2 കോൺക്രീറ്റ് പോസ്റ്റുകൾ നിരക്കി മാറ്റി ഞാൻ സ്കൂട്ടർ അപ്പുറത്ത് കിടത്തി. പോസ്റ്റ് പഴയതുപോലെ തിരിച്ചും വെച്ചു. ഇനിയോ? ഏറെ ദൂരം പോയില്ല. മീനിച്ചൽ ഭാഗത്ത് 2.5 അടി പൊക്കത്തിൽ 30 അടി നീളത്തിൽ വഴിക്ക് വിലങ്ങി ഉഗ്രൻ ഒരു കന്മതിൽ. അതിനു മുന്നിൽ സ്കൂട്ടർ നിന്നുപോയി. വല്ല പഴുതുമുണ്ടോ എന്ന് ഞാൻ നിരീക്ഷിക്കുമ്പോൾ കാവൽ സംഘം പാഞ്ഞെത്തി. എന്താടാ, നീ ഈ നാട്ടിലൊന്നുമല്ലേ? ഞാൻ സൗമ്യമായി ദയനീയമായി എന്റെ ആവശ്യം ആ ബന്ധുസംഘത്തിന് മുന്നിൽ ഉണർത്തിച്ചു. കൈകൂപ്പി അപേക്ഷിച്ചു. ഒരു 2 കല്ല് മാറ്റി എന്നെ ഒന്ന് വിടണം. എടാ പുന്നാര മോനെ, വരുന്നവനെയൊക്കെ വിടാനാണെങ്കിൽ ഞങ്ങൾ ഇത്രയും പണി ചെയ്യണമായിരുന്നോ? അന്നേരം ഞാൻ ഒരായുധമെടുത്തു. നിങ്ങൾ ഇത്ര മനോഹരമായി പണിത മതിൽ പൊളിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കാത്ത ഓരോരോ ഗുലുമാലുകൾ വന്നാൽ എന്ത് ചെയ്യാനാ? അപ്പോൾ ഒരുത്തൻ ചാടി വന്നു. എടാ എടാ ഡാഷ് മോനെ, പ്രസംഗമൊന്നും വേണ്ട. ഇന്ന് ബന്ധാണെന്ന് നിനക്ക് നേരത്തെ അറിയാൻ മേലായിരുന്നു. തലനിറയെ ബന്ധും വയറു നിറയെ മദ്യവുമായി നിൽക്കുന്ന ആ സംഘത്തോട് ഞാൻ ചെറുതായ ഒരു പ്രസംഗം നടത്തി. സഹോദരങ്ങളെ, ഇന്ന് ബന്ധാണെന്ന് അറിയാമായിരുന്നു. പക്ഷേ എൻ്റെ പപ്പായിക്ക് ഇന്ന് അസുഖം വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങളുടെ അപ്പനോ അമ്മയ്ക്കോ കുഞ്ഞിനോ കൊച്ചനിയനോ ഇപ്പോൾ പെട്ടെന്നൊരു അസുഖമോ അപകടമോ സംഭവിച്ചാൽ നിങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകുമോ? ബന്ദ് കഴിയട്ടെ എന്ന് പറയുമോ? വഴിയിൽ കല്ലും തടിയും പെറുക്കി വെച്ച് ജനത്തെ ദ്രോഹിക്കുന്നതല്ല ബന്ദ്. നിങ്ങൾക്ക് സമരം ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ സമരം ചെയ്യാതിരിക്കാൻ എനിക്കും അവകാശമുണ്ട്. ഈ വഴിയിൽ കൂടെ സഞ്ചരിക്കാനുള്ള എന്റെ സ്വാതന്ത്ര്യം നിഷേധിക്കാൻ നിങ്ങൾക്ക് ആരാണ് അധികാരം? ബന്ദിനപ്പുറം ബന്ധങ്ങൾ ഉണ്ടാക്കണമെന്ന് നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? നമ്മളെന്നും ഈ വഴി ഉപയോഗിക്കുന്നവരല്ലേ? നാളെയും നമ്മൾ തമ്മിൽ കാണേണ്ടവരല്ലേ? ഇതുവരെ നമ്മൾ തമ്മിൽ യാതൊരു ശത്രുതയുമില്ലല്ലോ. എന്നെ ഒന്ന് സഹായിക്കൂ. എന്തിനാണ് എന്നോട് ഈ കലിപ്പ്? ഇതിലൊരു 4 കല്ല് മാറ്റി എന്നെ കടത്തിവിട്ടാൽ നിങ്ങൾക്ക് ഒത്തിരി പുണ്യം കിട്ടും. ഒന്നും നഷ്ടപ്പെടാനുമില്ല. സമരക്കാർ എന്റെ വാക്കുകൾ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയപ്പോൾ ഞാൻ 2 ഡയലോഗ് കൂടി കാച്ചി. ഈയിടെ കൊടുങ്കാറ്റും പ്രളയവും വന്നപ്പോൾ വീടും കുടിയും നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി 2 കല്ല് പോലും പെറുക്കി വെക്കാത്ത നിങ്ങൾ കൂലിയില്ലാതെ നടുറോഡിൽ കല്ല് നിരത്തി മതിൽ പണിത് തോർത്ത് ഞാൻ സഹതപിക്കുന്നു. നേതാക്കന്മാർ നിങ്ങളെ കോമാളികളാക്കുന്നത് കണ്ടിട്ട് ഞാൻ ലജ്ജിക്കുന്നു. അത് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്നാണ് എന്റെ സങ്കടം. സംഘം ഒരു നിമിഷം മൗനത്തിലായി. അങ്ങനെ കേട്ടിരിക്കുന്നത് കുറച്ചിലാണല്ലോ എന്ന് അപ്പോഴാണ് ഒരുത്തനും തിരിച്ചറിവുണ്ടായത്. എടാ, നിന്റെ കോപ്പിലെ വാചകം കൂടി കേൾക്കാനല്ല ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരുത്തൻ കൈ ഓങ്ങി അടുത്തു. ഞാൻ അക്ഷോഭ്യനായി പറഞ്ഞു, ഇപ്പം നിങ്ങൾ തല്ലിയാൽ എനിക്ക് കൊണ്ടേ പറ്റൂ. നിങ്ങൾ ഒത്തിരി പേരുണ്ടല്ലോ, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി. ജനാധിപത്യ ബോധ്യമുള്ള ലക്ഷങ്ങൾ ഇപ്പം എൻ്റെ പിന്നാലെ
ഇല്ലാതെ പോയി. സംഘത്തിൽ ചിലർ ചിരിച്ചു, കണ്ണിറുക്കി. കടത്തെണ്ണയിൽ നിന്നൊരു മധ്യവയസ്കൻ ഇറങ്ങി വന്ന് സംഘത്തലവനോട് പറഞ്ഞു, കല്ല് മാറ്റിവെച്ച് നിങ്ങൾ അയാൾക്ക് വഴി ഉണ്ടാക്കി കൊടുക്കടൂ. അവർ വഴങ്ങിയില്ല. ഞാൻ സ്കൂട്ടർ തിരിച്ചുവിട്ടു. ഒരു റബ്ബർ തോട്ടത്തിലെ ചെറിയൊരു ഇടവഴിയിലൂടെ കുറെ ഓടി പ്രധാന റോഡിലെത്തി. ഒടുവിൽ പപ്പ കിടക്കുന്ന പാലാ മരിയൻ ആശുപത്രിയുടെ അടുത്തെത്തിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഉലച്ചു കളഞ്ഞു. അരുണാപുരം വളവിൽ റോഡിൽ അതിഗംഭീര മതിൽ. ഇതുവരെ കണ്ടതിൽ ഏറ്റവും കേമൻ ചൈനയിലെ മതിലുണ്ടാക്കിയവർ തന്നെയാവും ഇതിന്റെ ശില്പികളെന്ന് ഞാൻ ഓർത്തു. വണ്ടി ഒതുക്കി ഞാൻ ഇറങ്ങി നിന്നു. ഇനി എന്ത് ചെയ്യും? വേണമെങ്കിൽ നടന്നു പോകാം, കുറച്ചു ദൂരം കൂടിയേ ഉള്ളൂ. പെട്ടെന്ന് 3 ജീപ്പുകൾ പറന്നു വന്ന് മതിലിനു മുന്നിൽ നിന്നു. ആദ്യത്തെ ജീപ്പിൽ നിന്ന് 2-3 പോലീസുകാർ ചാടിയിറങ്ങി. അവർക്ക് തോക്കുണ്ട്. അടുത്ത ജീപ്പിൽ നിന്ന് 4-5 മുഹമ്മദ് അലിമാരും ബ്രൂസ് ലീകളും പറന്നിറങ്ങി. മതിൽ ശില്പികൾ മാറി നിന്ന് പരുങ്ങി. 3-ാമത്തെ ജീപ്പിൽ ഒരു കൈക്കുഞ്ഞിനെ മടിയിലിരുത്തി ഒരമ്മ കണ്ണുനീരൊഴുക്കുന്നു. അടുത്ത് ഏതാനും പേരിരിപ്പുണ്ട്, ബന്ധുക്കളാവണം. ഞാൻ അടുത്ത് ചെന്ന് അവരിൽ ഒരാളോട് ചോദിച്ചു, എന്തു പറ്റി? കൊച്ചിന് സീരിയസാ, ശ്വാസം മുട്ടല. അടിമാലിയിൽ നിന്ന് പോന്നിട്ട് 10 മണിക്കൂറായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുക. ആ കുഞ്ഞിന്റെ നെഞ്ചിൻ കൂട് പ്രാണവായുവിനു വേണ്ടി ഉയർന്നു താഴുകയാണ്. നിമിഷം കൊണ്ട് മുഹമ്മദ് അലിമാരും ബ്രൂസ് ലീകളും കരിങ്കല്ലുകൾ പെറുക്കി ക്രിക്കറ്റ് പന്ത് പോലെ പന്തയിലേക്ക് വലിച്ചെറിഞ്ഞു. കല്ലുകൊള്ളാതെ ബന്ധന്മാർ പന്തകളിൽ ഒളിച്ചു. ആ ജീപ്പുകൾ കടന്നുപോയി. ഈ രാത്രി മുഴുവൻ ഈ സംഘം അടിമാലി മുതൽ ഇവിടെ വരെ 80 കിലോമീറ്റർ ദൂരത്തിൽ എത്ര മതിലുകൾ പൊളിച്ചിട്ടുണ്ടാകുമെന്ന് സങ്കടപ്പെട്ടുകൊണ്ട് ഞാൻ അവർ തുറന്ന വഴിയിലൂടെ സ്കൂട്ടർ ഓടിച്ച് ആശുപത്രിയിലെത്തി പപ്പായുടെ അടുത്തിരുന്നു. 40 മിനിറ്റ് കൊണ്ട് എത്തേണ്ട ദൂരം താണ്ടാൻ 4 മണിക്കൂർ എടുത്തിരിക്കുന്നു. ഞാൻ ചെല്ലുമ്പോൾ അബോധാവസ്ഥയിൽ കിടക്കുകയായിരുന്ന പപ്പ കുറച്ച് മുൻപ് ചോദിച്ചിരുന്നു, അവൻ വന്നു? ആ 2 വയസ്സുകാരൻ കോട്ടയം മെഡിക്കൽ കോളേജ് വരെ എത്തിയിട്ടുണ്ടാകുമോ? പപ്പായുടെ അടുത്തിരുന്ന് ഞാൻ തല പുകച്ചു. പപ്പായുടെ അവശതയേക്കാൾ അപ്പോൾ എന്നെ വേദനിപ്പിച്ചത് ആ കുഞ്ഞിന്റെ നെഞ്ചും ആ അമ്മയുടെ കണ്ണുനീരുമായിരുന്നു. ഇങ്ങനെ എത്രയോ ആയിരങ്ങളുടെ പൊള്ളുന്ന കണ്ണുനീരാണ് ഓരോ ഹർത്താൽ ദിനത്തിലും ജനങ്ങളുടെ ഹൃദയത്തെ പൊള്ളിച്ചുകൊണ്ട് റോഡിൽ വീണ് ചിതറിത്തെറിക്കുന്നത്.